ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്നത്തെ വീഡിയോയില് പുത്തുങ്ങൽ ഉത്സവത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് പൊങ്കാല വിശേഷങ്ങൾ കണ്ടിട്ട് വാ. നല്ല ചൂട് നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങളത് തണുക്കാൻ വേണ്ടി പിലോ മേടിച്ച് നമ്മൾ ദേശീയക്കാർ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് നമ്മൾ ദേശീയക്കാർ അവരുടെ ഭാഗവകയായി നമ്മൾ ദേശീയക്കാരുടെ നേർച്ചയായിട്ടുള്ള പ്രഭാത വസ്ത്ര വിതരണം, അതുപോലെ ആക്റ്റീവ് 41 ഡെസർട്ടാർ കൊണ്ടപ്പുറം ഫ്രണ്ട്സ്. പൊങ്കാലയെ കഴിഞ്ഞ് നേദിക്കുന്ന സമയമാണ് നമുക്ക് അങ്ങോട്ട് അതിനുശേഷമാണ് ഫ്രണ്ട്സ്. പൊങ്കാലയെ കഴിഞ്ഞു. പൊങ്കാലയെ കഴിഞ്ഞപ്പം മൈതാനം മുഴുവൻ ചപ്പുചവറുകളും പിന്നെ പൊങ്കാലിടാൻ വെച്ച ചുടുകട്ടകളും കൊണ്ട് നിറഞ്ഞു. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി ജീവനക്കാർ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം വളരെ പെട്ടെന്ന് തന്നെ അവർ തന്നെ ക്ലീനാക്കി. ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും റെഡി ആയി കഴിഞ്ഞു. ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. എനിക്ക് ഇങ്ങനെ മുടിയെടുത്ത് തന്നത് ചേച്ചിയാണ്. ചേച്ചി ഇങ്ങനെ അല്ലാതെ നിങ്ങളിപ്പോൾ സാധാ പോലെ കെട്ടി വെച്ചിരുന്നത്. ചേച്ചി ഇങ്ങനെ അല്ലാതെ കെട്ടിയത് എന്നെ പോലെ ഇങ്ങനെയായിരുന്നു കെട്ടിയത്. അപ്പോൾ ചേച്ചി കണ്ട് കോപ്പി അടിക്കാൻ നോക്കിയതാണ് ഞാൻ. എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ചേച്ചി കെട്ടി തന്നു. പിന്നെ ഇന്ന് ഇവളെ 5 മണിക്ക് എന്നെ കുളിച്ച് റെഡിയായ മുടിയൊക്കെ ഉണക്കിയിരിക്കുകയായിരുന്നു. സാധാരണ നേരത്തെ റെഡിയാകാൻ കയറുന്നവര് നേരത്തെ റെഡിയായി തീരും. പക്ഷെ ഇവൾ അങ്ങനെ അല്ല, നേരത്തെ റെഡിയാകാൻ കയറാൻ ലേറ്റ് ആയിട്ടായിരിക്കും ഇവള് റെഡിയായി തീരുന്നത്. അതെന്താണ് പറയും. ഒന്നാമത്തെ കാര്യം, അവള് 2-3 പ്രാവശ്യം മുടി ഇങ്ങനെ മാറ്റി കെട്ടും. പിന്നെ നല്ല രീതിയിലൊക്കെ മുടി ഇട്ടിട്ട് അവസാനം എന്റെ സ്ഥിര ഹെയർ സ്റ്റൈലിലോട്ട് വന്നു. ഇങ്ങനെ അത് എനിക്ക് അങ്ങനെ തന്നെയാണ്. എങ്ങനെയെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് അവസാനം കുട്ടി പിടിച്ച് കൊണ്ടിട്ട് 8 മണിയോട് കൂടി ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി കമ്പടികളിയാണ്. കമ്പടികളി കഴിഞ്ഞാണ് സാധാരണ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്നത്. ഇത്തവണത്തെ കമ്പടികളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുതിർന്നവരുടെ കൂടെ കുട്ടികളും കമ്പടികൾ കളിക്കുന്നുണ്ടായിരുന്നു.
ജയശ്രീ ചേട്ടനൊക്കെ വന്ന് ഇപ്പൊ നല്ല മഴയുണ്ട്. ഇപ്പൊ ഗാനമേള തുടങ്ങിയിട്ടില്ല, അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. നല്ല മഴയുണ്ട്. ഫ്രണ്ട്സ്, അമ്മയ്ക്കൊരു പിച്ചാത്തി വേണമെന്നാണ്, അപ്പോൾ ഞങ്ങൾ പിച്ചാത്തി മേടിക്കാൻ വന്നതാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒരുപാട് പേനുള്ളൊരു സെക്ഷനിലാണ് വന്നത്. ഇത് സത്യത്തിൽ ഒരു പേനയാണ്. ഇതുപോലെ ഒരുപാടുണ്ട്, ഭയങ്കര വെറൈറ്റി ആയിട്ട് ഒരുപാട് പേനകൾ ഇവിടെ ഉണ്ട്. ഇതും ഇഷ്ടപ്പെട്ട രസമുണ്ട്. ഇത് നേരത്തെ കാണിച്ചത് ഫ്രണ്ട്സ്, ഇവിടെ ഉള്ള ചെരുപ്പൊക്കെ 200 രൂപ, 150 രൂപ, 100 രൂപ ഒക്കെ ഉള്ളൂ. ഇവിടെ ഉള്ള കളക്ഷൻ എല്ലാം 150 രൂപയാണ്. നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു.
വീട്ടിൽ പോവുകയാണ്. ഗാനമേളയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ചൂടായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് നിന്ന് കാല് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇനി പുതിയ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ ബൈ.